ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലിനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ അമ്പഴങ്ങ ഉപ്പിലിട്ടു. ഇന്ന് നമുക്ക് അമ്പഴങ്ങ ചമ്മന്തി ഉണ്ടാക്കിയാലോ? വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് അമ്പഴങ്ങ ചമ്മന്തി. അതിനായി ഞാനിവിടെ 6 അമ്പഴങ്ങ എടുത്തിട്ടുണ്ട്. 10 ചെറിയ ഉള്ളി, 1 മുറി നാളികേരം ചിരകിയെടുത്തത്, 1 തണ്ട് കറിവേപ്പില, കുറച്ച് കാന്താരി മുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് അമ്പഴങ്ങയെല്ലാം ചെറുതായി അരിഞ്ഞിടാം. ഇപ്പോൾ ഞാൻ അമ്പഴങ്ങയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ടു. നല്ല മൂക്കാത്ത അമ്പഴങ്ങ ആയത് കാരണം നന്നായിട്ട് അരിഞ്ഞിടാൻ പറ്റിയിട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ആദ്യം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. കാരണം നാളികേരവും മുളകൊക്കെ ഇട്ടിന് വരുമ്പോൾ നമുക്ക് അധികം അങ്ങോട്ട് അരയ്ക്കാൻ പറ്റില്ല. ചമ്മന്തി ആകുമ്പോൾ നല്ല ഒതുക്കിയെടുക്കണം. അപ്പോൾ ഈ അമ്പഴങ്ങ അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഉപ്പും അമ്പഴങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അമ്പഴങ്ങ അരച്ചെടുത്തു. കണ്ടോ? ഇതേപോലെ നമ്മൾ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഉള്ളിയും കാന്താരി മുളകും വേപ്പിലയും ഇഞ്ചിയും നാളികേരവും കൂടി ഇട്ട് ഒതുക്കിയെടുക്കാം. ഇഞ്ചി നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ കഷ്ണമായിട്ട്. അതുപോലെ ഉള്ളിയും ഞാൻ 2ആയിട്ട് മുറിച്ചിട്ടു കേട്ടോ. ഇനി ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ചമ്മന്തി ഞാൻ അരച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇതുപോലെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. കണ്ടോ? മിക്സിയുടെ പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് വേണം ഇങ്ങനെ അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അമ്പഴങ്ങ ചമ്മന്തി റെഡി ആയിട്ടോ. കാന്താരി മുളക് ചേർത്തുകൊണ്ട് നല്ല വാസനയും നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. ഈ സീസണിൽ നമുക്ക് അമ്പഴങ്ങ കിട്ടുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇനി ഉപ്പിലിട്ട് വെച്ചിട്ട് അത് ഉടച്ച് ഉള്ളി മുളകൊക്കെ ഇട്ട് ഞാൻ കഴിഞ്ഞ റെസിപ്പിയിൽ പറഞ്ഞ പോലെ ചാലിച്ചെടുത്തുള്ള ചമ്മന്തിയെ കൂട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അടിപൊളി അമ്പഴങ്ങ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴാണ് അമ്പഴങ്ങയുടെ സീസൺ. ഈ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അമ്പഴങ്ങയിൽ ഇങ്ങനെ നാര് വരും. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ കിട്ടുന്ന സമയത്ത് നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.